ഇടുക്കി പൂപ്പാറ ചൂണ്ടലിൽ ഇന്നും കാട്ടാന ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. ഭയത്തോടെയാണ് ചിന്നക്കനാൽ പൂപ്പാറ മേഖലകളിലുള്ളവർ ജീവിക്കുന്നത്. 1-2 35 പേരുടെ ജീവനാണ് ഈ മേഖലയിൽ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. നാളിതുവരെ ചിന്നക്കനാൽ പൂപ്പാറ മേഖലകളിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 35 പേരാണ്. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ മാത്രം 15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്ക്. ഏറ്റവും ഒടുവിലത്തേതാണ് ജോസഫ് വേലുച്ചാമി. മതപ്പാടിലുള്ള ചക്കക്കൊമ്പൻ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ഇപ്പോഴും ചൂണ്ടൽ മേഖലയിൽ തമ്പടിച്ചിരുന്നു. ചൂണ്ടലിലെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതിനിടെ 9 മണിയോടെയാണ് ജോസഫിന് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണമുണ്ടായത്. തൽക്ഷണം ജോസഫ് മരിച്ചെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്കടുത്തേക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല. 8 ആനകളുടെ കൂട്ടവും പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. സംഭവം ഉണ്ടായിട്ട് ആ ഉടമസ്ഥൻ എൻ്റെ വീടടുത്താ ഇങ്ങനെ പെട്ടെന്ന് എന്നെ വിളിച്ച് പറഞ്ഞ ഞാൻ ഓടി പോകുമ്പോൾ യാന ചക്കക്കൊമ്പൻ തലയിൽ ആളെ മെതിച്ചിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ പിക്കപ്പിലാണ് പോയത്. വണ്ടിയിലെ ഗ്ലാസ്സെല്ലാം കയറ്റി വിട്ടിട്ട് ശവമെടുത്ത് 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പോലീസെയും ഫോറസ്റ്റേയും ചാനൽക്കാരെ എല്ലാം വിളിച്ചു പറഞ്ഞു. രാവിലെ 6 മണി മുതൽ പന്തടിക്കളം ചൂണ്ടൽ മേഖലകളിൽ കാട്ടാനക്കൂട്ടവും ചക്കക്കൊമ്പനും ഉണ്ടെന്ന വിവരം പഞ്ചായത്ത് അംഗം RRT അറിയിച്ചിരുന്നു. എന്നാൽ കൃത്യമായി നിരീക്ഷണം നടത്താൻ തയ്യാറായില്ല എന്നാണ് ആരോപണം. വിവരമറിയിച്ചിട്ടും 1 മണിക്കൂറിലേറെ വൈകിയാണ് RRT എത്തിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. ഇത് രാഷ്ട്രീയ വിഷയമല്ല. ആമുഖത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ വിഷയമേ അല്ല. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്ന നിരുത്തരവാദിത്വപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലേക്ക് മുഴുവൻ എത്തുന്നത്. ഇപ്പൊ ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ഈ ആന 15ാമത്തെ ആളെയാണ് കൊല്ലുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചക്കക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റുക. രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ആനകളെ കൃഷിഭൂമിയിൽ നിന്ന് അതുപോലെ പട്ടയഭൂമിയിൽ നിന്ന് മാറ്റുവാനുള്ള സംവിധാനം വന ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുക എന്നുള്ളതാണ്. ജോസഫിന്റെ മൃതദേഹം വനം വകുപ്പ് സംഘമാണ് സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയത്. കുരുവിള സിറ്റിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഭാര്യയും 2 മക്കളുമാണ് ജോസഫിന്. കേരളത്തിന്റെ പുറത്തുള്ള മക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ചിന്നക്കനാൽ പൂപ്പാറ മേഖലകളിലെ പേടി സ്വപ്നമായിരുന്ന അരിക്കൊമ്പൻ ആ കാട്ടാനയെ പിടിച്ചു മാറ്റിയതുകൊണ്ട് മാത്രം ആ മേഖലയിലെ പ്രശ്നം മാറില്ല എന്ന് അന്നേ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചക്കക്കൊമ്പനെ കൂടി പിടിച്ചു മാറ്റണമെന്നതായിരുന്നു അന്നത്തെ ആവശ്യവും. ഇന്നിപ്പോൾ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.